ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു നെക്ക് ഡിസൈൻ ആണ് കാണിക്കാൻ പോകുന്നത്. എല്ലാത്തിനും ചെയ്യാൻ പറ്റിയ ഒരു നെക്ക് ഡിസൈൻ ആണ്. ഇതിപ്പോൾ ഒരു വൈറ്റ് പീസാണ്, അതുപോലെ ഒരു ബ്ലാക്കും എടുത്തിട്ടുണ്ട്. ഇതിന്റെ നല്ല വശത്ത് ഈ ബ്ലാക്കിന്റെ അകവശം, അതായത് ചീത്ത വശം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യം ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, രണ്ടിന്റെയും സെന്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 2.5 എടുക്കുന്നത്. ഇതൊരു കൊച്ചുകുട്ടിയുടെ ഫ്രോക്കിന്റെ നെക്കാണ്. വലിയവർക്കാകുമ്പോൾ ഇവിടെ നിന്ന് 3.5, 4 അങ്ങനെ ഇഷ്ടമുള്ള അകലം എടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ അളവായിട്ടുള്ളത് അതെടുക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ ഞാനൊരു 5.5 കൊടുത്തിട്ടാണ് സെന്റർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം. ഇനി ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇവിടെ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ഈ സെന്ററിൽ നിന്ന് നമ്മൾ ഇതാണ് മാർക്ക് ചെയ്തത്. ഇനി ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാറി ഇവിടെ ഒരു പോയിന്റ് കൊടുത്ത് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് മാറി ഇവിടെയും കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു വി പോലെ ഒരു ഷേപ്പ് ഈ 5.5 വരെ വന്നിട്ട് ചെയ്യണം. ഇവിടെ നിന്നൊരു വി പോലെയാണ് വരേണ്ടത്. ഇനി നമുക്ക് ഇതിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ആദ്യത്തെ നെക്കിന്റെ ഈ റൗണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ആ പോയിന്റ് നിന്ന് താഴേക്ക് 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് ആ പോയിന്റ് നിന്ന് താഴേക്ക് മേടനെ വരരുത്. ഇവിടെ നിന്ന് ഇതും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കൊച്ചുകുട്ടിയുടെ നെക്ക് അളവായതുകൊണ്ടാണ് ഇത് ഇത്ര രീതിയിൽ സ്റ്റിച്ച് ചെയ്തത്. ഇവിടെ നമ്മുടെ കഴുത്തിന്റെ അളവിനനുസരിച്ച് ഇവിടെ ചെറിയൊരു രീതിയിൽ കുറച്ചുകൂടി നമുക്ക് അളവ് കൂട്ടി കൊടുക്കാം. ഇനി ഈ മറിച്ചെടുത്ത പീസ് ഒന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അകവശം, ഇതാണ് ഫ്രോക്കിന്റെ നല്ല വശം. ഈ നെക്ക് നമ്മൾ ഇവിടെ അകത്ത് റൗണ്ട് ചെയ്തില്ലേ, ഷോ നെക്കിന്റെ ആ ഒരു വിട്ട്, അവിടെ നിന്ന് ഇതകത്തേക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് മറിച്ചിടാം. എന്നിട്ട് ഇനി ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഷോൾഡർ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് വെച്ച് ഷോൾഡർ ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കോളർ ചെയ്യണം എന്നുള്ളവർക്ക് ഇവിടെ കോളർ ചെയ്യാം. നെക്ക് കുറച്ചുകൂടി ബാക്കിനൊക്കെ ഇറക്കണമെങ്കിൽ നമുക്ക് അത് കറക്റ്റ് എത്രയാണെന്ന് എടുത്ത് അത് ഇറക്കാം. അല്ലാതെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. അതിന് ആ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗം എടുത്തിട്ട് ഇവിടെ കഴുത്തിന്റെ വന്നിട്ട് തയ്യൽ പോകണം, അത് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കിലെ പീസ് മാത്രം അകത്തേക്ക് പിടിക്കുമ്പോഴേ അത് മടങ്ങി തന്നെ വരും. ബാക്ക് നെക്കിന്റെ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെക്കിന്റെ ഫൈനൽ ലുക്ക്. ഇതുപോലെ വരും. അതായത് നമുക്ക് ബട്ടൺ വെക്കാം. കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ കുഞ്ഞൊരു ബട്ടർഫ്ലൈ വെക്കാം, ഷോ ബട്ടൺ വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ അതുപോലെ ചെയ്യും. ഇവിടെയും ബട്ടൺ വെക്കാം. അപ്പോൾ എൻ്റെ ഈ നെക്ക് ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.